So hello guys, welcome back. So ഡയമണ്ട് ആർമർ ഹെൽമെറ്റ് കാണാനില്ല സുഹൃത്തുക്കളെ. സംഭവം എന്താണെന്ന് വെച്ചാൽ സുഹൃത്തുക്കളെ, ഇവിടെ ഭയങ്കര എന്താ പറയാ ബിൽഡിംഗ് ഒക്കെ നടക്കുവാണ്. അപ്പൊ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ആണ് ഇത്. അപ്പൊ എന്റെ എന്താ പറയാ എഡിറ്റിംഗ് ആപ്പിന് എന്താ പ്രശ്നം ഉണ്ടാവുന്നതാണ് സൗണ്ട് സെപ്പറേറ്റ് അറിയാൻ പറ്റാത്തത്. പിന്നെ നിങ്ങളിപ്പോ വിചാരിക്കേണ്ടത് ഇതിപ്പോ എന്താ സംഭവിച്ചെന്ന്. അത് സംഭവം ഒന്നും പറയാനില്ല. എന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഇഷ്ടംപോലെ TNT ആണെങ്കിൽ ഉണ്ടാക്കി അടിയായിരുന്നു. എല്ലാം അടിച്ചു പൊട്ടിച്ചു പൊളിയായിരുന്നു കേട്ടോ. എന്റെ ഈ മതിൽ മാത്രം ബിന്ദു ജാസ്മിന്റെ കൊണ്ട് ഉണ്ടാക്കിയ മതിൽ മാത്രം ഒന്നും പറ്റിയില്ല. പൊട്ടിയിട്ടില്ല. 8-10 അടിയാണ്ട് അങ്ങോട്ട് വെച്ചിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോരോ ലെയർ സ്റ്റെപ്പ് അങ്ങനെ വെച്ച് കഴിയുമ്പോ ഓരോരോ സ്റ്റെപ്പിലും അതൊക്കെ കണ്ടോ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം അങ്ങനെ ഓരോരോ ലെയർ ആയിട്ട് വെച്ചേക്കണം. കാരണം വെള്ളം നമുക്ക് എന്തായാലും ഒരു മതിലിനെ ഡിഫെൻഡ് ചെയ്യും. അപ്പൊ ബിന്ദു ജാസ്മിന്റെ ആണ്. അപ്പൊ അതിനുള്ള ബെഡ് ഉണ്ടാക്കാനുള്ള നമ്മളെന്തായാലും ഇന്നൊരു അയൺ ഫാം ആണ് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് കുറച്ചധികം മൂളാണ്. നമുക്ക് 20 ബുഡും കൊണ്ട് 20 ബെഡും കൊണ്ട് നമുക്ക് ആവശ്യമുള്ളൂ. ഒരു ഷീപ്പിനാണ് നമ്മൾ ഇത്ര ഒക്കെ ഉണ്ടാക്കിയെടുത്തത്. എന്താ അല്ലേ ഷെയർ പൊട്ടിയാലും കുഴപ്പമില്ല. പിന്നെ മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒന്ന് ക്ഷമിക്കണം. അവിടെ ബിൽഡിംഗ് നടക്കാണ്. നമുക്ക് എന്തായാലും അയൺ ഫാം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ പേരെന്തായിരുന്നു? വീട്ടു ഫാമിന് നട്ട് വെച്ചിട്ടില്ല. നമുക്ക് ഇപ്പൊ കാര്യമായിട്ടൊന്നും ആവശ്യം വരാറില്ല. നമ്മുടെ വീട്ടു ഫാം എക്സ്റ്റെൻഡ് ചെയ്യണം. അതൊക്കെ പിന്നെ ഇപ്പൊ അത്ര വീട്ട് കിട്ടണില്ല. എന്തായാലും അയൺ ഫാം ഉണ്ടാക്കാനുള്ള സ്ഥലത്തേക്ക് പറ്റാക്കൊന്നുമില്ല. ഭാഗ്യം. എന്തായാലും അയൺ ഫാം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് ഗ്ലൈഡ് ചെയ്യട്ടെ. എന്തായാലും നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാനുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഞാൻ എന്തായാലും കുറച്ച് ദിവസം മുമ്പ് കണ്ട് ഓഫ് ക്യാമറയിൽ ഇരുന്നിട്ട് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഞാൻ ഗ്യാദർ ചെയ്യണ്ടായിരുന്നു. ഐറ്റംസ് ഒക്കെ അയൺ ഫാം ഉണ്ടാക്കാനായിട്ട്. പോസ്റ്റ് അവിടെ കയറിയിട്ട് കാണിക്കാം കേട്ടോ. സംഭവം നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റിയ അത്ര നല്ലത് കേട്ടോ ഗൈസ്. ഞാനാണെങ്കിൽ അയൺ ഫാം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ആരും അയൺ ഫാം ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ തൊട്ടപ്പുറത്ത് മാക്സിമം 150 ബ്ലോക്ക് ദൂരെങ്കിലും ഉണ്ടാക്കാനായിട്ടുള്ള കാരണം നമ്മളെ വേണ്ട ഇഷ്ടമുള്ള ബ്ലോക്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ തൊട്ട് അതുകൊണ്ട് ടെസ്റ്റ് കാര്യത്തിലോട്ട് പോയി. ഓക്കെ, എടുത്ത് വെച്ചിട്ടുണ്ട്. 20 ഒക്കെ ഉണ്ട്. ഓക്കെ, ആശുള്ള മണ്ണൊക്കെ എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മഴയാ മഴ മാറിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ സ്തംഭനം കണ്ട് നിന്ന് പോണോ എല്ലാത്തിനും ഞാൻ അങ്ങനെ അമ്പിട്ട് വിട്ടോണ്ടിരിക്കായിരുന്നു. എന്നിട്ട് ഇപ്പൊ മഴ മാറിയപ്പോ ഞാൻ റിസൈൻ ചെയ്തു. എക്സൈറ്റ്. എത്ര നേരം എടുത്തു അറിയാം മഴ പോകാനായിട്ട്. കണ്ട എന്റെ എയിമുണ്ട്. ക്രീപ്പറിനൊക്കെ വെടിച്ചിടാൻ പറ്റും. നോക്കട്ടെ. ഈ അമ്പ് ശരിയല്ലട്ടെ. അല്ലാതെ എന്റെ പ്രശ്നമല്ല. എന്തായാലും ഒരു എപ്പിസോഡ് 15 ആകുമ്പോഴാണ് നമ്മള് എന്താ പറയാ എൻഡർ ഡ്രാഗനെ കൊല്ല. ഓക്കെ, അവനെ അറ്റാക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഇതുവരെ ചത്തിട്ടില്ല. എല്ലാവരും പറഞ്ഞു ഇവിടെ ഉണ്ടാക്കി തന്നെ ചിലപ്പോ നല്ലതായിരിക്കില്ല. ബിൽഡിലോട്ട് കിടക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരു കാര്യം വിട്ടുപോയി. ഈ വീഡിയോ സ്കാഫോൾഡിങ് ഒപ്പിക്കാനായിട്ട് പാടും എനിക്കറിയുള്ളൂ. ബാമ്പൊക്കെ കൊണ്ടുപിടിക്കാൻ നല്ല പാടായിരുന്നു. 27 മിനിറ്റിനൊക്കെ 30 മിനിറ്റ് മണ്ടയ്ക്ക് നമുക്ക് കുഴപ്പമില്ല. ഞാൻ പിന്നെ സുധണ്ണന്റെ ഒരു ആക്ഷൻ സ്റ്റഫ് എന്ന് പറഞ്ഞ ഒരു സീരീസിൽ ഉള്ള ആൽഫമാണ് നമ്മളിപ്പോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ആ മതില് വെച്ചതിന്റെ എനിക്കറിയില്ല. വർക്കായില്ല. ഓക്കെ ഗൈസ്,
ഇവിടെ ഇപ്പോൾ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. 100 ബ്ലോക്ക് വ്യത്യാസമില്ല. ആ അടിപൊളി. അങ്ങോട്ടേക്ക് ബിൽഡ് ചെയ്യാം കേട്ടോ. ആ വെള്ളത്തിലോട്ട് ബിൽഡ് ചെയ്യാം. അതാ പിന്നെ അവിടെ ഒന്നും സ്പോൺ ആകത്തില്ല. സോ നമുക്ക് എന്തായാലും ഇപ്പോൾ ബിൽഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ഈ തീയിലോട്ട് എടുത്തിടാം നമുക്ക്. ഓക്കെ, ഇത് പോട്ടെ, കല്ല് പോട്ടെ, ഇതും പൊക്കോട്ടെ. ഇനി എന്താ കളയാനുള്ളേ? ഇത് പോട്ടെ. ടോർച്ച് കളയണം. ടോർച്ച് കളയണ്ട. ഓക്കെ, സ്നോബോൾ കളഞ്ഞ കുഴപ്പമില്ല. ഇപ്പൊ ആവശ്യമില്ല. സ്നോബോൾ പോട്ടെ. സ്നോബോൾ എടുത്തിട്ടുണ്ട്. ആവശ്യമില്ല. പോട്ടെ. അത് പോട്ടെ. ലെതർ പോട്ടെ. ബോൺ ബ്ലോക്ക് പോട്ടെ. ചാക്ക് പോട്ടെ. കാര്യമായിട്ടൊന്നുമില്ല. ആരോ ഇത്രേ ഉള്ളൂ. എന്തായാലും ഇതൊന്നും ഓക്കെ, ആരോ ഈ ബോ ഒന്ന് മെൻഡ് ചെയ്യാം കേട്ടോ. ഏകദേശം ഫുള്ള് ആവറേണ്ടത്. ഇനി എന്തൊക്കെയുണ്ട്? ചാക്ക് ഈ ബണ്ടില് കളയണ്ട. ബണ്ടിലിൻ്റെ അകത്ത് വേറെ വണ്ടിൻ്റെ അകത്ത് വേറെ വണ്ടിൻ്റെ അകത്ത് വേറെ വണ്ടിയുണ്ട്. എത്രണ്ണുണ്ട്? അപ്പോൾ നമ്മൾ അത് കളയുന്നുണ്ട്. ഗൺ പൗഡർ കളയാം. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഗൺ പൗഡർ കളയണോ? ഗൺ പൗഡർ കളഞ്ഞാൽ ഇപ്പം 2 ഗൺ പൗഡറിന്റെ വീണ്ടും പോയാ. അയ്യോ, തീയില്ല. ഇവിടെ തീയില്ല. അപ്പൊ ഇതും കൂടി നമുക്ക് ഇട്ടേക്കാം. തീയില്ല പോയിട്ടുണ്ട്. ഇതാണ് നമുക്ക് 2 ഓക്കെ. നോക്കി എന്തായാലും എടുത്തിട്ട് പുറത്തോട്ട് എടുത്തിടാം. ഒരു ക്രാഫ്റ്റിംഗ് ഇതെടുത്തിട്ട് അത്രയൊന്നും ആവശ്യമില്ല. ഡയമണ്ട് ഫോൾഡ് എടുത്തിട്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ, എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ആവശ്യമുള്ള ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തായാലും ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് വെക്കാം. ഇപ്പൊ എന്റെ ബെഡ്റോക്ക് എഡിഷൻ എന്തോ ബെഡ്റോക്ക് ആണ്. പക്ഷെ എനിക്കിപ്പോ എനിക്ക് ഫ്രണ്ടിലോട്ട് ബ്ലോക്ക് വെക്കാൻ നല്ല സാധാരണ ജാവ എഡിഷനില് എന്താ പറയാ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെക്കണം. ഇപ്പൊ ഞാൻ കളിക്കുന്നത് ബെഡ്റോക്ക് എഡിഷൻ അല്ലെങ്കിൽ പോക്കർ എഡിഷൻ എന്ന് പറയാം. ഓക്കെ, ബ്ലോക്ക് അത്ര ഉള്ളൂ കേട്ടോ. പോക്കർ എഡിഷൻ എന്താ പറയാ, പോക്കർ എഡിഷൻ ബെഡ്റോക്ക് എഡിഷൻ ഫ്രണ്ടിലോട്ട് ബ്ലോക്ക് വെക്കാൻ പറ്റും. ഈ ഒരു ബ്ലോക്ക് എടുത്തിട്ട് ഇവിടെ ഇതിപ്പോ ഞാൻ എന്താ കൂടുതലും മുകളിലോട്ട് വെക്കുകയാണെങ്കിൽ പോലും എനിക്ക് മുകളിലോട്ട് എന്താ പറയാ ഫ്രണ്ടിലോട്ട് ബ്ലോക്ക് വെക്കാൻ പറ്റണില്ല. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇപ്പൊ മുകളിലേക്ക് അടിക്കാം. ഓക്കെ ഓക്കെ, ഇത്ര എത്തിച്ചിട്ട് ഓക്കെ ഓക്കെ എന്താ പറയാ ഇവിടെ 3 ബ്ലോക്ക് നമുക്ക് പോകണം. ഓക്കെ, എത്ര മതിയായിരിക്കും. ഇനി നമുക്ക് അതാണ്ട് ഇവിടെ നിന്ന് അതുപോലെ തന്നെ ബ്ലോക്ക് വെച്ചിട്ട് ചെയ്യണം. ബാക്കിയുള്ള ഒരു 3 സൈഡും കൂടി നമുക്ക് ഇതുപോലെ ചെയ്യാം. 2 3 ഇതല്ലേ സെന്റർ? 1 നിങ്ങളല്ല 2 3 ഓക്കെ, സെറ്റ്. ഇനി ഇവിടെ 1 2 കറക്റ്റ് ബ്ലോക്ക്. നമുക്ക് ബാക്കിയുള്ള ബ്ലോക്ക് നമുക്ക് ഇതിനൊന്ന് ഫ്ലാറ്റ് ആക്കി എടുക്കണം. ഒന്ന് ഒരുമിച്ചാക്കണം സുഹൃത്തുക്കളെ. ഓക്കെ, എന്തായാലും വീഡിയോന്റെ അവസാനം എനിക്ക് കിട്ടണ്ടായില്ല. അത് ഞാൻ ഇപ്പൊ സൗണ്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യാണ്. അതുകൊണ്ടാണ് എനിക്ക് എത്ര പറയാൻ പറ്റുന്നത്. എന്തായാലും ചിലപ്പോ എനിക്ക് പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചിലപ്പോ അത്ര ട്യൂട്ടോറിയൽ ലിങ്ക് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ താണ്ട് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പൊ ഇനി ഒരേ ഒരു ബ്ലോക്ക് കൂടെ നടുക്ക് വെച്ചിട്ട് 20 ബെഡ് ഇവിടെ പ്ലേസ് ബ്ലോക്ക് വെക്കണം. ഇനി എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് നമുക്ക് പോയിട്ട് ബെഡ് വന്നിട്ടുണ്ട്. കുഴിയുണ്ട്. ഓക്കെ, അങ്ങനെ 20 ബെഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള സ്കാഫോൾഡിങ് എടുത്തിട്ട് സ്കാഫോൾഡിങ് ഉണ്ടാക്കാൻ പോട്ട പാട് എനിക്കേ അറിയുള്ളൂ. ബാമ്പുവിന്റെ ആവശ്യം പൊളിയായിരുന്നു കേട്ടോ. ബാമ്പു കിട്ടാൻ വിട്ട പാടെ എനിക്ക് അറിയുള്ളൂ. മറ്റേ ജംഗിളിലെങ്ങാണ്ടല്ലായിരുന്നു ബാമ്പു. ഞാൻ ജംഗിളിലൊക്കെ പോയിട്ട് നമ്മുടെ ആദ്യത്തെ ബെഡ്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ബാമ്പുവിന്റെ ഒക്കെ ആവശ്യം. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു ബ്ലോക്ക് പോയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ ഒന്നും സ്പോണാകത്തില്ല. ഇവിടെ അത്ര അല്ലേ അത്രയല്ല സ്ഥലം വെളിച്ചമുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് അവിടെ സ്കെൽറ്റൺ ഒക്കെ ഓക്കെ. ചുറ്റിനും അടുത്ത ബെഡ് എടുത്തിട്ട് നമുക്ക് ബെഡ് ഇവിടെ കൂടി ഇങ്ങനെ വെച്ചേക്കാം. ഇവിടെ ഒന്ന് ബെഡ് വെച്ചിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഇത് ബഗ്ഗാണ് ഗസ്. ബഗ് പിടിക്കേണ്ടത്. പക്ഷേ ബഗ്ഗൊന്നും പോട്ടെ. ഗ്ലിച്ചടിച്ച് പിന്നെ ഇവിടെ ഒന്ന് ഇതാണ്ടാ ഇതുപോലെ ബെഡ് വെക്കണം. കൃത്യം 20 ബെഡ് ഇങ്ങനെ ചുറ്റിച്ച് വെച്ച് കഴിയുമ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ
ബാക്കി എത്ര ബ്ലോക്ക് ബാക്കിയിടുന്നു ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത ബെഡ് ഇവിടെ വെച്ചത് കറക്റ്റാണ് എന്നാണ് അർത്ഥം. ഇവിടെ ഞാൻ അധികം ചത്തങ്ങൾ നിമിഷം ബോക്സ് പ്രീമിയർ ശേഷം പോയി പോയി. ഇവിടെ നമ്മുടെ എല്ലാ ബെഡും തീരണ വരെ നമ്മളിങ്ങനെ ചെയ്യണം. നമ്മൾ ഇതിൻ്റെ കോർണറിലോട്ട് ഇനി വന്നിട്ട് നമ്മളങ്ങനെ ബെഡ് ഇനി ഇവിടെ സെറ്റ് ആക്കണം. ബെഡ് കിട്ടണില്ല വരാത്തത് തേങ്ങ. ഓക്കെ, കോർണറിലോട്ട് നമ്മൾ വന്നിട്ട് ഇതാണ്ട് ഇതെടുത്തിട്ട് ബെഡ് ഇങ്ങനെ അവസാനത്തേത് പോയാലും കുഴപ്പമില്ല. പുറത്ത് വെള്ളം പിന്നെ അടുത്ത ബെഡും കൂടി എടുക്കണം. 4 5 6. ഓക്കെ, നെക്സ്റ്റ് 4 ബെഡും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് വെക്കണ പണിയൊക്കെ കഴിഞ്ഞു. 5 ബെഡ് വെക്കണ പണി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ 20 ബെഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത്ര ബ്ലോക്കുകൾ ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് എന്താ പറയാ പില്ലർ അടിച്ച് പോകണം. പക്ഷേ ഒരു ബക്കറ്റ് പോലെ ഉണ്ടാക്കണം. ഒറ്റ ബ്ലോക്ക് ബക്കറ്റ് ഇത്ര മതിയാവുമല്ലോ. ഇത്ര മതിയാവും. മുകളിലേക്ക് ഒരു പ്ലാറ്റ്ഫോം ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ബെഡിന്റെ മണമുള്ള ബ്ലോക്ക് അതുപോലെ തന്നെ ഇരുന്നാൽ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഈ ബ്ലോക്ക് ഇങ്ങനെ വെക്കണം എന്നാണ് അതുപോലെ തന്നെ നമുക്ക് വെച്ചിട്ടുണ്ട്. നമ്മള് ആ ബ്ലോക്ക് അവിടെ മാറ്റിയിട്ടുണ്ട്. ബ്ലോക്ക് അത്ര മെയിനൊന്നല്ല, എന്നാലും ഒരു മെയിനാണ്. ഓക്കെ, നമുക്ക് എന്നാലും ഇതിൻ്റെ കണക്ഷനൊക്കെ ഒരു വലിയ എന്താ മാസ്റ്റർ സ്റ്റോറേജിലോട്ട് കൊണ്ടുപോകാനായിട്ടുണ്ട് എല്ലാ ഫാമിൻ്റെയും. പണിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലച്ചും ടേബിൾ എടുക്കാം. നമുക്കെന്തായാലും ഇവിടെ നമ്മളവിടെ എന്താ പറയാ ഇതുപോലെ ബ്ലോക്ക് വെക്കണം. നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് ആണെങ്കിൽ 3 എണ്ണമായിട്ട് വന്നോളും. ബ്ലോക്ക് ഇങ്ങനെ ഒന്ന് കിട്ടിയില്ല. അയ്യോ, ഇവിടെ അല്ല പോയി ബ്ലോക്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. പാർക്കോർ നമ്മളെ സൂര്യണ്ണന്റെ ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടിട്ടുണ്ടോ നമ്മൾ പണിയാണത്. ഇപ്പൊ എന്ത് പറ്റി മണ്ടയ്ക്കോട്ട് കയറണല്ലോ. ഓക്കെ, നമ്മൾ സൂര്യണ്ണന്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ടാണ് ഇപ്പോൾ ബിൽഡ് ചെയ്യണത്. ആ കാര്യം ഓർക്കണം. നമുക്ക് ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ അത്ര നല്ലോണം ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ വീഡിയോ കണ്ടത്. അതുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇത് ഈ ബ്ലോക്ക് വന്നില്ലേ? വന്ന് അത് ലാഗ് അടിച്ചാണ് കേസ്. 2 കഴിഞ്ഞ ഇവിടെ 3. ഇവിടെ ഇത്രല്ലേ ഉള്ളൂ. ഇത് ഇവിടെ ഇത്രല്ല. ഇത് ഭയങ്കര ചെറുതായി പോയല്ലോ. സോറി കളിയാ. ഇവിടെ ഈ ബ്ലോക്ക് ഞാൻ വെച്ച കറക്റ്റ് ആയിരുന്നു. അങ്ങനെ തന്നെ ഇതിപ്പോ 1 2 ബ്ലോക്ക് വെച്ചിട്ടായിരിക്കണമല്ലോ. ഇവിടെ നിന്നായിരിക്കണം. 1 2 ഇവിടെ തന്നെയാ. 4 6 8ാമത്തെ ബ്ലോക്ക്. എന്തായാലും നമ്മൾ സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട്. ബ്ലോക്ക് അവസാനത്തത് ഇവിടെ. ഇനിയുള്ള 7 എണ്ണം. അയ്യോ, ഇത് ഇവിടെ അല്ല, ഇത് പോലെ താട്ട് പോലെ. ഓക്കെ, പോയിട്ടില്ല. ഇനിയുള്ള 8 എണ്ണം. പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ബ്ലോക്ക് നമുക്ക് ആവശ്യമുണ്ടോ? ബെഡ് കാണാൻ പറ്റുന്ന രീതിയിൽ ഇതെടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള 8 എണ്ണം നമ്മൾ എടുത്തിട്ട് ഇവിടെ എടുത്തിട്ട് ഇവിടെ ഇനി ഇവിടെ ഇത് മാറ്റിയിട്ട് ഇവിടെ എടുത്തിട്ട് ഇവിടെ വെക്കണം. വെക്കണം. ഇവിടെ മാറ്റിയിട്ട് ഇവിടെ ഇനി വെച്ചിട്ടുണ്ട്. 3 ഇവിടെ വെക്കും. ഓക്കെ, ഇത്രയും ബ്ലോക്കിന് എവിടെ വെക്കും? എവിടെ വെക്കാനായിട്ട് എടുത്ത് മാറ്റി ഇവിടെ വെക്കണം. ഓക്കെ, സെറ്റ്. ശരി എന്നാ അപ്പൊ ഇത് ഇവിടെ കൊണ്ട് വെക്കാം. ജസ്റ്റ് നമ്മളൊരു എന്താ പറയാ. പിന്നെ അടുത്തത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റി ഇവിടെ വെക്കണം. ആവശ്യമുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ നമ്മള് അയക്കാനായിട്ടാണ് ഇങ്ങനെ വെച്ചേക്കണത്. നമ്മുടെ ബ്ലോക്സ് എടുത്തിട്ട് ഇതുപോലെ 2 ബ്ലോക്ക് ഹൈറ്റിൽ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. 2 ബ്ലോക്ക് ഹൈറ്റിൽ നമുക്ക് ഇതിനൊരു ബക്കറ്റ് പോലെ മണ്ടയ്ക്കോട്ട് കൊണ്ടുവരണം. കുഞ്ഞിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, കുഴപ്പമില്ല. അയ്യോ, വെച്ചൊരു ബക്കറ്റ് പോലെ ആക്കി. ഓക്കെ, സെറ്റ്.
എന്തായാലും നമുക്കിപ്പോൾ ഇതുപോലെ വെക്കാം. നമുക്കിനി അടുത്തത് ഇതുപോലെ ഒരു ബക്കറ്റ് പോലെ നമുക്ക് ഉണ്ടാക്കി വെക്കണം സുഹൃത്തുക്കളെ. സംഭവം ഈ വീഡിയോൻ്റെ പിന്നെ ട്യൂട്ടോറിയൽ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ബക്കറ്റ് പോലെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നമ്മളിപ്പോൾ ബക്കറ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. എന്നിട്ട് 4 ടോർച്ച് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ അങ്ങനെ അത് പെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ 4 ടോർച്ച് 4 അറ്റത്തും ഇങ്ങനെ വെക്കണം. അതവിടെ ഒന്ന് സ്പോണാതിരിക്കണം. ഓക്കെ, ഇവിടെ ക്യാപ്പ് ഉണ്ടാക്കിയിട്ട് വരട്ടെ. ഇപ്പം എങ്ങനെ എടുക്കും? അയ്യോ കുഴപ്പമില്ല, ഇങ്ങനെ നിൽക്കട്ടെ. കുഴപ്പമില്ല. സുഹൃത്തുക്കളെ നാളെ നമുക്ക് ചന്ദ്രൻ അങ്ങനെ എന്തായാലും മറ്റേ സാധനം ഫുൾ മണ്ടയാണല്ലോ. എന്തായാലും ചന്ദ്രൻ മറച്ചിരിക്കുന്നു. ഹൈവ് കളിക്കണം. ഓ ഫുൾ മൂൺ ആണല്ലേ ദൈവമേ. ഓക്കെ, നമുക്കൊന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം സുഹൃത്തുക്കളെ. ഇഷ്ടമുള്ള ആൾക്കാർ പണിയാണ്. രാവിലെ ആക്കിയിട്ടുണ്ട് എന്റെ ദൈവമേ. അയ്യോ തടഞ്ഞല്ല എന്റെ വിറ്റല്ലേ നിക്കണേ. ഞാൻ രാവിലെ കിടന്നിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നോക്കാൻ എല്ലാത്തിനും അങ്ങോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് എന്തായാലും നമ്മൾ ഇതുവരെ അങ്ങനെ നമ്മൾ അവസാനത്തെ വില്ലേജറിനെ കൂടി വെച്ചു. അവസാനത്തെ വില്ലേജറിനെ കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ദാണ്ട് ഇവിടെ വില്ലേജറൊക്കെ 10 വില്ലേജറിനെ വെച്ചപ്പോഴത്തേക്ക് സംഭവം എന്നെ പറപ്പിച്ച വില്ലേജറിനൊക്കെ നമ്മൾ 20 വില്ലേജറിന് അവൻ എന്നോട് ദേഷ്യം കൊണ്ട് കേസ്. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഞാൻ ആദ്യം അവനെ അടിച്ചായിരുന്നു. പിന്നല്ലാതെ നമ്മളങ്ങനെ 20 വില്ലേജറിനെ ബ്രീഡറിൽ അടുത്ത് വന്നു. ബെഡ് വെച്ചെടുത്തേക്കണ വീഡിയോ നമ്മൾ അടുത്ത് ഞാൻ കുറച്ച് മറ്റേ വാട്ടർ ബക്കറ്റ് ചെറിയ ലോകം പറഞ്ഞു ചെയ്യാൻ നേരത്തെ തെറ്റിപ്പോവും. കുറച്ച് സ്പോണായോ കുറച്ച് കുറച്ച് ചെറിയ ലോഗ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ മുകളിൽ ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ ബ്ലോക്ക് വെച്ചേക്കാം. 20 നമ്മള് ആക്കുമ്പോഴത്തേക്കും ഈ ഒരു അയൺ ഗോഡ് റൂഫാണ്. ഈ അയൺ ഗോഡ് എന്തിനാ ഇപ്പൊ എന്നെ കൊന്നേ? മണ്ടക്കൂടെ റൂഫ് പണിഞ്ഞാലാണ്. എന്തായാലും കുഴപ്പമില്ല. ഇവൻ എന്താ നമ്മള് വില്ലേജറിനൊക്കെ ഇവിടെ കൊണ്ടുവന്ന റെയിലൊക്കെ നമ്മളങ്ങനെ റൂഫ് പണിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. അവിടെ ഒരു പെട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടുത്തത് ചെയ്യാനുള്ളത് കുറച്ച് അയൺകോളം ജയിക്കേണ്ടതാണ്. ഇപ്പൊ മുകളിൽ നമ്മള് റൂഫൊക്കെ പണിഞ്ഞപ്പോ സെറ്റ് ആക്കിയിട്ടുണ്ട്. സെറ്റ് ഞാൻ ഈ ബ്ലോക്ക് ഒക്കെ മീഡിയം ഞാൻ എന്താ ഒരു അയൺകുളത്തിനെ കൊല്ലുമ്പോ വേറെ അയൺകുളക്സ് വന്നിട്ട് എന്നെ കൊന്നോണ്ടിരിക്കുന്നു. ഓക്കെ, പിന്നെ ഗൈസ് ഞാൻ വേണമെങ്കിൽ എന്റെ എന്തായാലും ഇവിടെ ബ്ലോക്സിന്റെ മറ്റേ യൂസറിനെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പേരൊന്നുമില്ല. 2-3 ദിവസം കണ്ടാട്ടോ കേസ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് വെച്ചിട്ട് സൗണ്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യണതാണ്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ പകുതി സൗണ്ട് ആഡ് ചെയ്തത്. ഇതിപ്പോ ഇന്ന് വേറെ ബാക്കി സൗണ്ട് ആഡ് ചെയ്യാണ് ഞാൻ. വേറെ കാര്യം ഓക്കെ. ഞാൻ എനിക്ക് ഓർമ്മയില്ല. ഇന്നലെ എല്ലാവർക്കും പണി മിനിയാന്ന് കണ്ടാട്ടോ ഞാൻ ഗൈസ് മൈൻക്രാഫ്റ്റ് ലോഗിൻ ചെയ്തത്.
ആ ഓട്ടം വർക്കിംഗ് ആ പേടിക്കണ്ട രണ്ടെണ്ണം സ്പോൺ ആയി കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞാലാണ് അയൺകുളം അങ്ങനെ സ്പോൺ ആയി വരത്തുള്ളൂ. കുറെ നേരം കഴിഞ്ഞാൽ അയൺകുളം സ്പോൺ ആയി വരത്തുള്ളൂ. അത്ര എഫിഷ്യന്റ് അല്ല, കാരണം എല്ലാവരും നമുക്ക് അടുത്തത് വന്ന് താഴെ വിളിച്ചു. ഓക്കെ നീ പോ, എന്തായാലും ഇവിടെ ബ്ലോക്ക് നീ പോ. ഓക്കെ സെറ്റ്. അപ്പൊ പോയേനെ ഞാൻ. പിന്നെ കുഴപ്പമില്ല സുഹൃത്തുക്കളെ. ഒരു വില്ലേജില് കുറച്ച് ജാവേഴ്സിന്റെ അത്ര എഫിഷ്യന്റ് ഒന്നും അല്ല, എന്നാലും ശരിക്കും ബെഡ്റോക്ക് നമ്മൾ അത്ര എന്താ പറയാ, ഒരു വില്ലേജിൽ 20 വില്ലേജർ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ ബെഡ്റോക്ക് ആയിരുന്നു ഗെയിം ആ ഒരു വില്ലേജില് ഒരു അയൺകുളത്തിനെ സ്പോൺ ആക്കും. ഗെയിം ഒരു വില്ലേജില് 2 അയൺകുളത്തിനെ സ്പോൺ ആക്കും. 2 അയൺകുളം ഉണ്ടെങ്കിൽ എന്താ പറയാ, വെറുതെ ചെയ്യാനുള്ളത് സുഹൃത്തുക്കളെ, അത് ഗെയിം നമുക്ക് ഒരേ ഒരു സൈഡ് 3 ബ്ലോക്ക്, 2 ആളും ചത്താലാണ് വേറെ 2 അയൺകുളത്തിന് അല്ലെങ്കിൽ 3 സൈഡില് ഒരേ ഒരു ബ്ലോക്ക് വെച്ചിട്ട് 2 ആളും എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോ ഇതിൽ നമുക്ക് ഇവിടുന്ന് ചെയ്തിട്ട് കാണാം. ഓക്കെ നമ്മളിപ്പോ അങ്ങനെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. 1 2 3 4 ബ്ലോക്ക് ഉണ്ടാവും, നോക്കിയാൽ മതി. ഓക്കെ നമ്മളങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ വെള്ളം ഒഴിക്കാനായിട്ടാണ്. നമ്മള് ഇവിടെ നിന്ന് എന്താ പറയാ, 4ാമത്തെ സൈഡില് 2 ഒരു ബ്ലോക്ക് നമ്മള് എല്ലാ സൈഡിലോട്ടും അല്ല 3 സൈഡിലോട്ടും നമ്മള് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് 2 സൈഡിലോട്ടാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അയ്യോ അതവിടെ 2 സൈഡിലുള്ളൂ. ഓക്കെ ഇപ്പൊ ഒരു സൈഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കുഴപ്പമില്ല, അവിടെ 2 ബ്ലോക്കാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ സെറ്റ്. അങ്ങനെ നമ്മളെ 2 ബ്ലോക്കും കൂടി ഇങ്ങോട്ടേക്ക് ഇത് വന്നിട്ടുണ്ട്. എന്തത് ബ്രൗൺ പാർട്ടിക്കിൾസ് കാണിക്കണേ? ഗ്രീൻ പാർട്ടിക്കിൾസ് ഇല്ലേ കാണിക്കാവൂ? എന്തത് ഇവിടെ എന്തോ ലിങ്കിങ് പ്രശ്നമുണ്ട്. അതാണ് അയൺകുളത്തിന് എന്തോ കാര്യമായിട്ട് പ്രശ്നം പറ്റിയുണ്ട്. എനിക്കൊരു ഐഡിയ ഉണ്ട്. കുഴപ്പമില്ല, എന്തോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ശരിയാക്കാം. ഇത് കണ്ടോട്ടോ ബിൽഡാണ്. കാണിച്ചപ്പോഴത്തേക്കും പാടും ലിങ്കിങ് പ്രോബ്ലം. ഓക്കെ എന്തായാലും ഞാൻ പറയട്ടത് സംഭവം അയ്യോ ഞാൻ ചാടിപ്പോയി. ജാവനെ പോലെ എഫിഷ്യന്റ് ആയിട്ട് ഉണ്ടാക്കാനും സമ്മതിക്കത്തില്ല. എന്നിട്ട് അതിനേക്കാൾ പൊട്ടയായിട്ടുള്ള നമ്മുടെ ഇപ്പത്തെ ഏറ്റവും കൂടുതൽ ബിൽഡ് ചെയ്യാം. ഞാൻ അയൺ ഫാം ഒക്കെ ഉണ്ടാക്കാനായിട്ട് എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് അയൺ ഫാം ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ മൈൻക്രാഫ്റ്റിൽ അയൺ ഫാം തന്നെ ഉണ്ടാക്കുന്നത്. ജാവേഴ്സിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു സോംബിയും 6 വില്ലേജറും മതി. പക്ഷെ ഇത് ഭയങ്കര പാടാണ് കേട്ടോ. 20 വില്ലേജറൊക്കെ വേണം. പൂച്ചയൊക്കെ നമ്മൾ സ്പോൺ ആവുന്നുണ്ട്. ചിലപ്പോൾ ആണെങ്കിൽ കാറ്റ് ഫാം എന്നാണെങ്കിൽ വിളിക്കാം. അടിപൊളി. ഡയമണ്ട് സ്പോൺ ആയോ? ഇതൊക്കെ വീണ്ടും ബ്രൗൺ പാർട്ടികള് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ ഹൈവില് ഹൈഡൻസ് കളിക്കാം. പറ്റുവാണെങ്കിൽ നാളെ കഴിഞ്ഞ് പറ്റുവാണെങ്കിൽ കേട്ടോ, നാളെ കഴിഞ്ഞ് നമ്മളെ സ്കൂൾ തുറക്കും. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ 12 വയസ്സാവാറായിട്ടുണ്ട്. ഓഗസ്റ്റ് 30 എനിക്ക് 12 വയസ്സാവാൻ സുഹൃത്തുക്കളെ. എനിക്ക് 11 ആയി. 12ലോട്ട് കടന്നു. അടുത്ത മറ്റേ അയൺകുളം ചത്തായിരുന്നു കേട്ടോ. 150 അപ്പൊ ആ ഒരു ഈ ഒരു ഇവിടെ ഇഷ്ടം പോലെ അത് ഇപ്പൊ ക്രീപ്പർ വന്ന ഒരു അയൺകുളത്തിനെ കൊണ്ട് അത്ര ഉപകാരമില്ല. കാരണം എന്താ വെച്ചാല് എപ്പോഴാണ് ശരിയായത് വെള്ളത്തിലോട്ട് വീഴ് അയൺകുളത്തിനടുത്ത് വന്നിട്ട് പൊട്ടിത്തെറി അങ്ങനെ ക്രീപ്പറും ചാവും. പക്ഷേ എന്നാലും നമ്മുടെ അയൺകുളം ക്രീപ്പറിനെ കൊല്ലത്തില്ല. ക്രീപ്പറിനടുത്തൊന്നും രക്ഷിക്കൂല. ഇത് പാടാലോ, എന്ത് പ്രശ്നം. നമ്മളെ ബിൽഡ് ചെയ്തൊന്ന് തെറ്റിപ്പോയായിരുന്നു. കേട്ടോ താഴോട്ടാണ് കണ്ടില്ലല്ലോ. ഓക്കെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് നമ്മളിപ്പോ ഇത്ര സെറ്റ്.
ലാവ ബക്കറ്റ് ഞാൻ സെറ്റ് ഇപ്പോൾ ഇവിടെ ഒരു പെട്ടി പോലെ നമ്മുടെ ഇവിടെ മൊത്തം ചുറ്റിനും നമുക്ക് മതിൽ വെക്കണം സുഹൃത്തുക്കളെ. ശരിക്കും പറഞ്ഞാൽ അയൺ ഫാമിന് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ കില്ലിങ് ഏരിയ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ മതിൽ ഇതുപോലെ സെറ്റാക്കി വെക്കണം. 2 ബ്ലോക്ക് ഇപ്പുറത്തോട് എന്താ പറയുക താഴോട്ടായിരുന്നു ഇവിടെ കുറച്ച് വലിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് കില്ലിങ് ഏരിയ സെറ്റാക്കാൻ പോണത്. ഈ മതിൽ കണ്ടിട്ട് എനിക്ക് അത്ര പന്തിയില്ല കേട്ടോ. എനിക്ക് അത്ര വർക്കാവുമെന്ന് അത്ര ഒരു ഇതില്ല. നമുക്ക് ഇവിടെ ഒഴിക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അപ്പുറത്തുനിന്ന് ഇവിടെ ഇങ്ങോട്ടേക്ക് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പൊക്കോളും. നമ്മൾ 2 അയൺ ബോൾഡ് സ്പോണും ആയിട്ടുണ്ട്. നമുക്കിവിടെ മണ്ടയ്ക്ക് ലാവ വയ്ക്കണം. സ്കാഫോൾഡിങ് ഓക്കെ സെറ്റ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അയൺ ഫാം ഒന്നും ഉണ്ടാക്കാനായിട്ട് അത്ര നല്ലതൊന്നുമില്ല കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അയൺ ഫാം ഉണ്ടാക്കാൻ അറിയില്ല. ആദ്യം ഞാൻ ഇവന്മാരെ ഒന്ന് കേട്ടെ. ഓ ഭയങ്കര സൗണ്ട് കേട്ടോ ചാവാൻ നിർത്തി. ഞാൻ ഫുള്ള് സൗണ്ടിലാണ് ഇട്ടേക്കണേ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല, കാരണം ഞാനിപ്പോൾ സൗണ്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യാൻ കാരണം. എന്താ റീച്ച് ആവണില്ലല്ലോ? ആ റീച്ച് വേറെ അടുത്തായി. എൻ്റെ ദൈവം പണിയുള്ളത് ഇവിടെ കണ്ട. അവിടെ ശരിക്കും പറഞ്ഞാൽ അയൺ ഫാം ആയി. ശരിക്കും പറഞ്ഞാൽ നോക്കപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലോ. വേറെ അടുത്താൻ വന്നേക്കണേ. അതൊരു നല്ല ഐഡിയ. അടിയിൽ ഹോപ്പറും ജസ്റ്റും വെച്ചിട്ടേ നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മെൻറ്റിങ്ങുള്ള സോഡ് കൊണ്ടുവരണം. അല്ല, മെൻറ്റിങ്ങുള്ള സോഡ് നമുക്കിട്ടില്ല. നമ്മൾ ട്രേഡിംഗ് ഹാളൊക്കെ ഉണ്ടാക്കി, പക്ഷേ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും ട്രേഡിംഗ് ഹാൾ നല്ലോണം യൂസ് ചെയ്യണം. ട്രേഡിംഗ് ഹാൾ യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് ഈ ഒരു വേൾഡിലോട്ടൊന്ന് ജോയിൻ ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോൻ്റെ ഫസ്റ്റ് നിങ്ങൾ കണ്ടത് മറ്റേ ഭൂമിയിൽക്കം പോലെ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്നത്. ആ TNT പൊട്ടിച്ച് മറ്റേ ബിന്ദു ചേച്ചി കൊണ്ടുണ്ടാക്കിയ മതിലായിരുന്നു. എന്തായാലും ഇവിടെ ഒരു സൈൻ ബോർഡ് വയ്ക്കണം. ഇവിടെ എങ്ങാണ്ടല്ലായിരുന്നോ? ഇവിടെ ഇവിടെ തന്നെ അല്ലേ? ഇവിടെയാണ് വയ്ക്കേണ്ടത്. എന്താ 2 ബ്ലോക്ക് മാത്രമേ പൊക്കിയുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ വീട്ടിലാണ് സുഹൃത്തുക്കളെ. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് നാളെ അടുത്ത റേഷൻ കാണാം. ബൈ ബൈ.